ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. ട്യൂണ ഫിഷ് വെച്ചിട്ട് അടിപൊളി നല്ല ടേസ്റ്റിൽ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ റൈസിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഏലക്ക അങ്ങനെയുള്ള കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള, ശരിക്കും ആ റൈസിലൊക്കെ ഫിഷ് ബിരിയാണിയുടെ അതേ സ്മെല്ലും ഒക്കെ ആയിട്ടുള്ള കിഡിലും ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഇതേ ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫിഷ് കെട്ടിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം അങ്ങനെ തന്നെ മുറിക്കാതെ ഞാൻ മേടിച്ചാണ്. കാരണം എനിക്ക് ഈ മീൻകാർ കട്ട് ചെയ്ത് തരുമ്പോൾ നല്ല കട്ടിയിലാണ് അവർ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് വലിയ നല്ല തിക്നെസ് ആയിട്ടുള്ള പീസാക്കിയിട്ട് അവർ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം ഈ ഇത് ഞങ്ങളവിടെയൊക്കെ കുടുതാന്ന് പറയാം, ഇവിടെ ചൂരാന്നൊക്കെ ഒന്നും പറയാം. ഇതെന്ന് വെച്ചാൽ ഒരു ഭയങ്കര കട്ടിയുള്ള ഒരു ഇതല്ല. അപ്പോൾ പിന്നെ ഉള്ളിലേക്കൊന്നും പെട്ടെന്ന് മസാല പിടിക്കാത്ത ഒരു തരം ഇതാണ്. പിന്നെ എത്ര തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്താലും ഇതങ്ങനെ കുഴഞ്ഞു പോകുന്ന ഒരു ഇത് മീനല്ല. എപ്പോഴും ഇങ്ങനെ ഒരു ഉറപ്പായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അത് കുഴഞ്ഞിട്ടായി പോവുക, നമുക്ക് ബിരിയാണിക്ക് പീസ് കിട്ടാതാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ കണ്ട ഒരുപാട് തിക്കല്ലാത്ത ഒരു ലെവലിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൊണ്ട് കട്ട് ചെയ്യിക്കണ്ട അങ്ങനെ പീസ് തന്നെ മൊത്തം എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിന് ഈ പീസുകളൊക്കെ, ഇങ്ങനത്തെ പീസുകളൊക്കെ മാത്രം ബിരിയാണിക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതിൻ്റെ ചെറിയ പീസ് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹാഫ് വേവായിട്ടുള്ളൂ. കാരണം ബിരിയാണിക്കൊരു 3/4 വേവേലും ആയിട്ടാണല്ലോ നമ്മൾ ദമ്മിടുക. അപ്പോൾ ഇത് അത്ര ആയിട്ടില്ല. കാരണം ഇത് കണ്ടോ, ഇത് അത്രയും പൊടിയായിട്ടില്ല. എങ്കിലും ആ ഒരു ലെവലിൽ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതരാം ആ മീനിൻ്റെ ഈ തലയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല, അതുപോലെ വാലിൻ്റെ ചെറിയൊരു കഷ്ണം, അങ്ങനത്തതൊക്കെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം, അതായത് ഇനി നമുക്ക് അരി വേവിച്ചെടുക്കും, ബാക്കി അരി കൊണ്ടൊന്ന് വേവിച്ചെടുക്കാനുള്ള അത്രയും വെള്ളം, അത് ഞാൻ പാത്രത്തിൽ അതിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതക്കിയതും, നല്ല ജീരകം, മല്ലിച്ചപ്പും, മേലക്കയും, ചിക്കൻ മസാല ബിരിയാണി മസാലയും, അതുപോലെ തന്നെ മുളകും ഇട്ടിട്ട്, പിന്നെ ഒരു 2 ചെറിയ കഷ്ണം സവോള ഇട്ടിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടുത്തെ ഇതിപ്പോൾ സാധാ കായം പുരട്ടുന്ന പോലെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പിട്ടിട്ടൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അത് അധികമൊന്നും വെക്കണ്ട, കാരണം വളരെ തിന്നായിട്ടല്ലേ ഞാൻ കട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ അതാ പറഞ്ഞു, ഈ ഇതിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് മസാല ഒന്നും പുരട്ടിയിട്ട് സമയം ചിക്കനൊന്നും വെക്കുന്ന പോലെ വെക്കൊന്നും വേണ്ട, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് എടുത്തതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് ആ പൊരിച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് മസാല, മീനിലേക്കാകുമ്പോൾ കുറച്ച് മസാല മതി. പിന്നെ അതിന് ശേഷം സജീരകം, കസുകസ്, പട്ട, ഏലക്കായ അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ഈ ചിക്കനിൽക്കും ഒന്നും ഇടുന്ന അത്ര മസാല ഫിഷിലേക്ക് വേണ്ട കേട്ടോ. പിന്നെ ഇത് കുറച്ച് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഞാൻ അതിൻ്റെ അളവൊന്നും പറയാത്തതെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ മീനും റൈസും ഒക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമലി ബീഫ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് മസാല പിന്നിലേക്ക് ഇടണം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് തക്കാളിയും ഇട്ടിട്ട് ഞാനതിൽ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ബിരിയാണി മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ട, നോർമലി കുറച്ച് മസാല, സാധാരണ ഒരു ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവില്ലേ, ഇത് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കാം. ഇനി മുളകും പൊടി, പച്ചമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. മുളകൊക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
ഇനിയിപ്പോൾ ഇതിൽ നെയ്യ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ചെറിയ ഒരു കഷ്ണം നെയ്യ്, അതുപോലെ നെയ്യും വളരെ കുറവ് തന്നെ മതി മീനിലേക്ക്. ഇറച്ചിടുന്ന അത്രയും നെയ്യും നമുക്ക് മീനിലേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്, കാരണം പെട്ടെന്ന് തന്നെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മസാല കുത്തൊന്നും പോവില്ല. ഇനിയിപ്പോൾ കുറച്ച് സവാള ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് ഫ്രൈ ചെയ്തിട്ട് മസാലയ്ക്ക് സവാള ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമലി വാട്ടിയെടുക്കുന്നതിനും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇടുന്നത് 2 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും നല്ല നമ്മൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളവർ അതെന്തായാലും ഇടാം, സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഇനി ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, എന്നാലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇപ്പോഴത്തെ നമ്മളെ മസാല ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലാണ്. ഇനിയിപ്പോൾ അതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. മീൻ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ശരിക്കും പെട്ടെന്നുണ്ട് കുഴഞ്ഞു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇട്ടിട്ട് തന്നെ അത്യാവശ്യം ഇതിനൊക്കെ ഇളക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ചിക്കനൊക്കെ പോലെ തന്നെ മുട്ടിട്ട് ഇളക്കുന്ന പോലെ ഇളക്കാം. വേറെ വല്ല മീനൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നുറുങ്ങിപ്പോരും, അതാണ് അവസ്ഥ. പക്ഷേ ഇതിന് നല്ല സുഖമാണ് ഇളക്കാനായിട്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് മൂടി വെക്കാം. ഇനി നമുക്ക് ചോറ് ദമ്മിടാനായിട്ട് ഞാൻ അതുപോലെ പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രം ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി അതിൽ നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്കൊന്ന് 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. ഞാനൊരു മീനായ കാരണം ഒരുപാട് അടിയിലിടണ്ടെന്ന് വെച്ചിട്ട് റൈസ് കൂടുതൽ താഴെ ഇട്ട് 3/4 ഭാഗത്തോളം റൈസ് താഴെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മൾ മസാല റെഡിയാക്കിയിട്ടുള്ള മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ട മസാല കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് മുകളിൽ പരത്തി വെച്ചതിന് ശേഷം ബാക്കി റൈസും കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ റൈസും അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ കുറച്ച് മീൻ ആയിട്ട് ഞാനൊന്ന് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തിളപ്പിച്ച വെള്ളം നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മീനിൻ്റെ അതേ ഫ്ലേവറും നമുക്കതിൽ കിട്ടാം, എല്ലാ റൈസിലും കിട്ടുകയും ചെയ്യും. പിന്നെ അതാണ് ഞാൻ പകുതി റൈസ് ഹാഫ് എടുത്തിട്ട് വേവിച്ചിട്ട് എടുത്ത് കേട്ടോ. ബാക്കിയുള്ളത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും പൊരിച്ചിട്ടുള്ള സവാളയും അങ്ങനെ എല്ലാം ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ടൊന്ന് അടച്ച് വെക്കണം. അടച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ്. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യും ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, റൈസിലേക്കുള്ള ആവശ്യമുള്ള നെയ്യ്. ഇനി ഇതിനെ അടച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു വെയിറ്റ് വെക്കണം കേട്ടോ. ഇപ്പോൾ ഇത് വെയിറ്റൊക്കെ വെച്ച് ബിരിയാണി 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട റൈസ് വളരെ നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പിയാണ് ബിരിയാണിയുടെ. ഇത് നമുക്ക് എന്ത് ഫിഷ് വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ കിട്ടുന്നതല്ലേ ഈ കുടുത, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.